വായിക്കൂ, വായനയൊരു ശീലമാക്കൂ, വായനയൊരു ലഹരിയാക്കൂ, സന്തോഷകരമായ ജീവിതം നയിക്കൂ. വീട്ടിലും നാട്ടിലും ഈ വർണ്ണ പ്രപഞ്ചത്തിലും സന്തോഷമായി ജീവിക്കണമെങ്കിൽ വായനയൊരു ശീലമാക്കുക. ശരീരത്തിനും മനസ്സിനും നല്ലൊരു സുഖം കിട്ടും. വിഷുക്കണി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വിഷുക്കണി പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ലോകം ഉറ്റുനോക്കുന്ന നമ്മുടെ കണ്ണൂരിൽ പല അത്ഭുതങ്ങളും സംഭവിക്കാറുണ്ടല്ലേ? അങ്ങനെ ഇതാ ഒരു അത്ഭുതം കൂടി സംഭവിക്കുന്നു. എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും ലൈബ്രറി എന്ന ഒരു സ്പെഷ്യൽ മറ്റേത് ജില്ലയിലും ഇല്ലാതെ നമ്മുടെ കണ്ണൂരിൽ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാ പഞ്ചായത്തിലും ലൈബ്രറിയും അതുപോലെ തന്നെ വായന, എല്ലാവരും വായന ശീലമാക്കുക. വായനയിലൂടെ അറിവ് നേടാം, സന്തോഷം നേടാം, സമാധാനം നേടാം, ശാരീരികമായിട്ട് പല ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും വായന ശീലമാക്കുക. നമ്മളിപ്പം വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി പഞ്ചായത്തിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ സ്കൂള് എല്ലാവർക്കും അറിയാം, ഹൈടെക് സ്കൂൾ. അതായത് ഇന്ത്യ തന്നെ മാതൃകയാക്കേണ്ടത്, ലോകം തന്നെ മാതൃകയാക്കേണ്ട ഒരു വളരെ സ്പെഷ്യൽ ഹൈടെക് സ്കൂളാണ്. ആ സ്കൂളിലെ ചെറിയൊരു പ്രോഗ്രാമാണ് വിഷുക്കണി എന്ന പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന ആളെയൊക്കെ കണ്ടല്ലോ, തമ്പനയിൽ അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വന്ന ആൾക്കാരിൽ ചിലർ, ഏതായാലും ഞാനിവിടെ 3 മണിക്കാണ് എത്തിയത്, അപ്പോഴേക്കും വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു അതിഥിയുണ്ട്. ആ അതിഥിയെയും കാണാൻ, ഒരുപാട് കാര്യങ്ങളും അറിയാം.
ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 25 വായനശാലകളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടനുസരിച്ചും തീരുമാനമനുസരിച്ചും സംസ്ഥാന ഗ്രന്ഥശാല സംഘത്തിന്റെ തീരുമാനമനുസരിച്ചും ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിനകത്ത് ഒരു ഗ്രന്ഥാലയം, ഒരു വായനശാല എന്ന തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിനകത്ത് എല്ലാ വാർഡുകളിലും ഒന്ന് വീതവും ഒന്നിൽ കൂടുതലും വായനശാലകൾ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ന് മുണ്ടേരി ഗ്രാമപഞ്ചായത്തിനകത്ത് വിഷുക്കണി എന്ന നിലയിൽ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ലൈബ്രറി പ്രവർത്തന ഗ്രാമപഞ്ചായത്തായിട്ട് ഇവിടെ പ്രഖ്യാപനം നടത്താൻ വേണ്ടി പോകുന്നു. പ്രഖ്യാപനം നടത്തുന്നത് നമുക്കെല്ലാം ഏറെ പ്രിയങ്കരനും നമ്മുടെ തളിപ്പറമ്പ് MLA-യും മുൻ നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ പ്രമുഖ അംഗവും അതിനുപരിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുന്ന നമുക്കെല്ലാം ഏറെ പ്രിയങ്കരനായിട്ടുള്ള സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററാണ് പ്രഖ്യാപനം ഇന്നിവിടെ നടത്തുന്നത്. അദ്ദേഹത്തെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിനകത്തെ പൗരാവലിക്ക് വേണ്ടി ഏറെ സന്തോഷത്തോടെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുക. നമ്മുടെ ചടങ്ങിനകത്ത് അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരിയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതിയായ അനിഷ്യ, ഗ്രാമപഞ്ചായത്തിന് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ നേതൃത്വപരമായി പങ്കുവച്ചിട്ടുള്ള ശ്രീമതി അനിഷയും നമ്മുടെ സംഘാടക സമിതിക്ക് വേണ്ടി ഈ വേദിയിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ ആമുഖ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ വി ശിവദാസൻ MB. അദ്ദേഹം നമ്മുടെ ജില്ലക്കകത്തെ എല്ലാ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിലും ഡിവിഷനുകളിലും ഗ്രന്ഥാലയം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ കോർഡിനേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഏറെ പ്രിയങ്കരനായിട്ടുള്ള സഖാവ് ഡോക്ടർ വി ശിവദാസൻ MB ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തുന്നത് നമുക്കെല്ലാം ഏറെ പ്രിയങ്കരനായിട്ടുള്ള സഖാവ് KK രാഗേഷ. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുള്ള വിവരം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ളതാണ്. ഏറെ സന്തോഷത്തോടു കൂടിയിട്ട് സഖാവ് KK രാഗേഷിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KK രത്നകുമാരി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ബിനോയ് കുര്യൻ അദ്ദേഹവും 3:30 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും അദ്ദേഹവും സഹകരിച്ച് ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. അദ്ദേഹത്തെയും ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുക. നമ്മുടെ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, നേരത്തെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായും വൈസ് പ്രസിഡന്റായും എല്ലാം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള PK പ്രമീള പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് 5 വർഷക്കാലത്തെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക. ശ്രീ VK സുരേഷ് ബാബു, ഏറെ പരിചയപ്പെടുത്തേണ്ട വിഷയമില്ല, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ. നമ്മുടെ ഈ ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. മറ്റ് കൂടുതൽ വിശദാംശങ്ങളൊന്നും പറയാതെ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക. ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ, TK ഗോവിന്ദൻ മാസ്റ്റർ, നമുക്കറിയാം നേരത്തെ തന്നെ നമ്മുടെ
ജില്ലക്കകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗോവിന്ദ മാസ്റ്റർ നേരത്തെ തന്നെ പരിയാർ മെഡിക്കൽ കോളേജിന്റെ ചെയർമാൻ ഉൾപ്പെടെയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ അധികായകനാണ്. അദ്ദേഹം ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ഗോവിന്ദൻ മാസ്റ്ററെ ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുക. ശ്രീ പി കെ വിജയൻ, സെക്രട്ടറി ജില്ലാ ലൈബ്രറി കൗൺസിൽ, ശ്രീ മുകുന്ദൻ മഠത്തിൽ, പ്രസിഡന്റ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപന ചടങ്ങിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ MLA, അതുപോലെ തന്നെ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തുന്ന KK രാഗേഷേട്ടൻ, അതുപോലെ തന്നെ ആമുഖ ഭാഷണം നടത്തുന്ന ഡോക്ടർ ശിവദാസൻ MP, അതുപോലെ തന്നെ സ്വാഗത ഭാഷണം നടത്തിയ P ചന്ദ്രേട്ടൻ, അതുപോലെ വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം ഇന്ന് നിർവഹിക്കുകയാണ്. നമുക്കറിയാം വായനശാലകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും വായനശാലകൾ വരുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഏറെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ശ്രീ ശിവദാസൻ MP നേതൃത്വം നൽകി മുന്നോട്ട് വെക്കുന്ന പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ പുതിയ വായനശാലകൾ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഓരോ പ്രദേശങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ, അവിടെ അടിസ്ഥാന സൗകര്യമായാലും അതുപോലെ തന്നെ പുസ്തകങ്ങൾ നൽകിയും നമ്മുടെ എങ്ങനെ സമൂഹത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ്. അപ്പൊ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വിഷുക്കണി എന്ന പേരിൽ നമ്മൾ പുതിയൊരു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഇപ്പം വിഷുക്കണി എന്നുള്ള പേരിൽ പുതിയ വായനശാലകൾ, മുഴുവൻ വാർഡുകളിലും വായനശാലകൾ എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 25 ഗ്രന്ഥാലയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. 20 വാർഡുകളിലായി 25 വായനശാലകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാവി തലമുറക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇപ്പം നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളിലൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഏറെ സമൂഹത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലാകെ നടന്നു വരുന്നത്. അതിന്റെ വലിയ പ്രവർത്തനം നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് ആദ്യം ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടിയാണ്. അപ്പൊ നമുക്കറിയാം കേരളം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ പഞ്ചായത്തും അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാലിന്യമുക്ത പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് മാലിന്യമുക്ത പഞ്ചായത്തായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് മാറ്റാൻ സാധിച്ചതൊക്കെ ഈ ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള എല്ലാവരുടെയും ഇടപെടലാണ്. ഈ ഇടപെടൽ എന്നും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വായനശാലയുടെ ഈ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിലെ വായനശാലയുടെ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയും ബഹുമാനപ്പെട്ട MLA ക്ഷണിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ആമുഖ പ്രഭാഷണം നടത്തി സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ഡോക്ടർ V ശിവദാസൻ MP സ്നേഹപൂർവ്വം ക്ഷണിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പൂർണ്ണ വായനശാല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വേള എന്ന് പറയുന്നത് നമ്മുടെ ഗോവിന്ദ മാഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ മന്ത്രിയായിരിക്കുന്ന വേളയിലാണ് നമ്മുടെ ഈ പ്രൊജക്റ്റ് ആസൂത്രണം ചെയ്തത്. അന്ന് ഇതിൻ്റെ തുടക്കക്കാരൻ അന്ന് മാഷായിരുന്നു. തുടർന്ന് കണ്ണൂർ ജില്ലയിൽ ഒന്നാം ഘട്ടം 2022 മാർച്ച് മാസത്തിൽ മുഖ്യമന്ത്രി 112 വായനശാലകളുടെ ഔപചാരിക പ്രഖ്യാപനം നടത്തി. അതിൻ്റെയും തുടർച്ചയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 56 വായനശാലകളുടെ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനങ്ങളുടെ ഭാഗമായാണ് മുണ്ടേരിയിലും ഈ പരിപാടി നടക്കുന്നത്. മുണ്ടേരി പഞ്ചായത്തിലെ ധൃതി പിടിച്ചാണെങ്കിലും എല്ലാ വാർഡുകളിലും വായനശാല ഒരുക്കുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ടവർ മാത്രമല്ല എല്ലാ പാർട്ടിയിൽപ്പെട്ടവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അഭിനന്ദനീയമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും അതിൻ്റെ തുടർച്ചയിലാണ് ഇന്ന് ഈ പ്രഖ്യാപനം ഇവിടെ നമുക്ക് നടത്താൻ സാധ്യമാവുന്നത്. ഗോവിന്ദ മാഷ് വായനശാല പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ആളുകളിൽ ഒരാൾ കൂടിയാണ്. അതിനൊപ്പം ഈ പ്രഖ്യാപനം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ രാജ്യത്തിന് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഇന്ന് മാറ്റിത്തീർക്കുന്നതിൽ KK രാഗേഷിൻ്റെ പങ്ക് നമുക്കെല്ലാം അറിയുന്നതുമാണ്. തീർച്ചയായും രണ്ടാളുകളും സംസാരിക്കും എന്നുള്ളതുകൊണ്ട് മറ്റ് ആമുഖമായി വിശദാംശത്തിലേക്ക് പോകാതെ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. MLA ക്ഷണിക്കാം. ഈ പരിപാടിയുടെ അധ്യക്ഷ ശ്രീമതി അനീഷയെ സ്വാഗതം ആശംസിച്ചിട്ടുള്ള ശ്രീ P ചന്ദ്രൻ,
ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഡോക്ടർ വി ശിവദാസൻ MD, ഇവിടെ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തുന്ന സഖാവ് KK രാകേഷ് ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് കണ്ണൂർ ജില്ലാ CPIM-ന്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട് ഉള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് നടക്കുന്നത്. ശ്രീമതി അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, വൈസ് പ്രസിഡന്റ്, PK പ്രമീള, PK സുരേഷ് ബാബു, TK ഗോവിന്ദമാഷ്, PK വിജയൻ, മൂന്നൻ മഠത്തിൽ ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, ജനപ്രതിനിധികളെ, സഹോദരന്മാരെ, വിദ്യാഭ്യാസ പ്രവർത്തകരെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, വിഷുക്കണി എന്ന പേര് നൽകി വളരെ അപൂർവമായ ഒരു പരിപാടി മുണ്ടേരി പഞ്ചായത്ത് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉദ്ഘാടന പരിപാടി നടക്കുകയാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാന ഘട്ടത്തിലാണ് വായനശാലയുടെയും വായനയുടെയും എല്ലാം അതിശക്തിയായ ആശയ പ്രചാരവേല മലബാറിലായാലും അന്ന് 3 ഭാഗമായിട്ട് നിൽക്കുന്ന ഇന്നത്തെ മലയാളികളുടെ കേരളത്തെ ഉണർത്തിയത് ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കാലം. പിന്നീട് ദേശീയ പ്രസ്ഥാനം അതിൻ്റെ ഭാഗമായി പ്രസ്ഥാനങ്ങൾ തന്നെ വായനശാല, ഗ്രന്ഥശാല തുടങ്ങിയ പ്രസ്ഥാനങ്ങളായിരുന്നു. അതിൻ്റെ നേരവകാശികളായിട്ടുള്ള ഇടതുപക്ഷ ശക്തികളാണ് പിന്നീട് ജനാധിപത്യ രീതിയിലുള്ള വായനശാല, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വളരെ വേഗം വളർന്നു മുന്നേറുന്നതിനുള്ള പന്ഥാവ് ഒരുക്കുക. ഇവിടെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. ഗ്രന്ഥശാലകളില്ലാത്ത ഗ്രാമങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നീടാണ് ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ ഒരു വായനശാല, ഗ്രന്ഥശാല എന്നതിന് പകരം എല്ലാ വാർഡുകളിലും വായനശാലകൾ ഉണ്ടാവണം എന്ന ധാരണ രൂപപ്പെട്ടു. ശിവദാസൻ MP ആയപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് എങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്ന കാര്യത്തിൻ്റെ കൃത്യമായ ഒരു അവതരണമായിരുന്നു നമുക്ക് എല്ലാ വാർഡുകളിലും ചുരുങ്ങിയത് ഒരു വായനശാല, ഗ്രന്ഥശാല ആരംഭിക്കുക എന്നുള്ളത്. ഒരുപാട് ഗ്രന്ഥശാലകളും വായനശാലകളും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇല്ലാത്ത നൂറുകണക്കിന് വാർഡുകൾ കണ്ണൂർ ജില്ലയിലും ഉണ്ട്. അപ്പോൾ വാർഡുകളിലെല്ലാം യഥാർത്ഥത്തിൽ വായിക്കുന്നതിന് പകരം കേൾക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. വായനശാലകളെല്ലാം ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ ഭാഗമാക്കി രൂപപ്പെടുത്താനുള്ള ശ്രമവും നടത്തുകയാണ്. എന്നാൽ വായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ ഒരു ഉണർവ് കേൾക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നില്ല എന്ന് ഇപ്പോഴത്തന്നെ തുടക്കം തന്നെ ശക്തിയായ വിമർശനവും വസ്തുതാപരമായ കാര്യവും അങ്ങനെ തന്നെയാണ്. ആളുകൾ വായിക്കുന്നില്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ആളുകൾ. എല്ലാം വായനയെല്ലാം നിന്നുപോയതാണെന്നൊക്കെ പറയാം. അതൊന്നും ശരിയില്ല. എന്താ അത് വായിക്കുന്നില്ല. ഇതിനിടെ ഞാൻ ഇപ്പോൾ പാഠത്തിൽ കേട്ടു അങ്ങനെ വായിക്കുന്നില്ല. അപ്പോൾ നിങ്ങളോടൊന്ന് ചോദിച്ചു. ആളുകൾ വായിക്കുന്നതൊക്കെ ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ വായിക്കുന്നുണ്ട്. നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാഖയുണ്ട് നോവൽ. നോവലുകൾ ഇപ്പോഴും നല്ലപോലെ ആളുകൾ വായിക്കുകയാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. 50, 60, 65 എഡിഷനുകൾ അതുകൊണ്ട് തകഴി എഴുതിയപ്പോൾ പോലും ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാർ എഴുതുന്ന ഘട്ടത്തിലുള്ളതിനേക്കാൾ കൂടുതൽ വായനക്കാർ ഇപ്പോഴും അവർക്ക് താല്പര്യമുള്ളത് വായിക്കുന്നതിലേക്ക് വരുന്നുണ്ട്. ഏറ്റവും നല്ല സൃഷ്ടികൾ, കലാസൃഷ്ടികൾ, സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പണ്ട് 1-2 ആളെ പറ്റിയേ പറയാനുള്ളൂ, സാഹിത്യകാരന്മാരെ പറ്റി. ഇപ്പോൾ സാഹിത്യകാരന്മാർ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. നിരവധി 1-2 അല്ല, എഴുത്തുകാർ
പ്രാദേശിക തലത്തിൽ. അതും ഒന്നും വേണ്ടത്ര ഗൗരവമില്ലാണ്ട് എഴുതുന്നവരല്ല. നല്ല ഗൗരവത്തിന് എഴുതുന്ന എഴുത്തുകാരുണ്ട്, ശ്രദ്ധേയമായ എഴുത്തുകാരിപ്പോൾ. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ പഴയ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് ഒരു ആയുർവേദ ഡോക്ടറായി, വൈദ്യരായി എന്ന് പറഞ്ഞാൽ ശരിയില്ല, അതുകൊണ്ട് ഡോക്ടറായി മഞ്ചേരി പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു നോവൽ എഴുതിയിരിക്കുന്നത്, അസാമാന്യ നോവൽ. ആ നോവലിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. അതിൻ്റെ പേര് തിരുമലയൻ എന്നാണ്. ഞാൻ ഈ സമീപകാലത്ത് വായിച്ച നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നോവൽ തിരുമലയൻ. നമ്മുടെ പയ്യന്നൂർ, അതുപോലെ തന്നെ എരമംകുറ്റൂർ, ഇന്നിയ ഭാഗത്ത് ഒരു പെരുമലയൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷ എങ്ങനെയാണ് രൂപപ്പെട്ട് വളർന്നു വന്നത് എന്നൊരു അത് വായിച്ചാലാണ് മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ ഞാൻ ജനാർദ്ദനോട് പറഞ്ഞു, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്താൽ ഈ ഭാഷയുണ്ടല്ലോ, ഈ ഭാഷ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുക? ഇംഗ്ലീഷിന് പറ്റിയ പദങ്ങളില്ല. മലയാളത്തിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും സംസ്കൃത മലയാളം, നമ്മൾ വായിക്കുന്ന മലയാളവും പഠിക്കുന്ന മലയാളം ഉണ്ടല്ലോ, ആ മലയാളത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നാടൻ ഭാഷയാണ്. ഇതേ ഭാഷ ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള മറ്റൊരു നോവലുണ്ട്, അതും ഇവിടെയാണ്, കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. അതായത് ആരും വായിച്ചിട്ടുണ്ടോ? നാടൻ ഭാഷയിൽ നമ്മുടെ പറശ്ശിനിക്കടവ്, ചുറ്റുവട്ടം, കോടല്ലൂർ, അതുപോലെ തന്നെ മോറാഴ, ആ ഭാഗങ്ങളിലെല്ലാം ശരിക്ക് പാവപ്പെട്ട മനുഷ്യന്മാർ, എല്ലാ മനുഷ്യന്മാരും സംസാരിച്ചിരുന്ന ഒരു ഭാഷയിൽ എഴുതിയ ഒരു നോവലുണ്ട്. അത് വളരെ വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെട്ട ഒരു നോവലാണ്. കല്യാണിയും ദാക്ഷായണിയും എന്ന എന്ന് പേരുള്ള രണ്ട് സ്ത്രീകളുടെ കഥയല്ല കഥ. അത് ഈ പറഞ്ഞ പോലെ 10-50 എഡിഷനായി അല്ലേ? അതേപോലെ തന്നെ ഒരു സിനിമ കാണുന്നത് പോലെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അത് സാധാരണ നോവലിൻ്റെ ഒരു സ്റ്റൈലിലല്ല, തമിഴ്നാടുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള ഒരു, ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എഴുതിയിട്ടുള്ള ഒരു നോവൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വായന, അത്ഭുതകരമായ രീതി, 1062ാമത്തെ എഡിഷനാണ്. റാം കെയർ ഓഫ് ആനന്ദി. ഇതിന് മുമ്പ് വളരെ ശ്രദ്ധേയമായി വന്ന വേറൊരു നോവലാണ്, അത് ഇവിടെ ഗൾഫ് മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ്, ആട് ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവിതം നമ്മുടെ തൊട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ കഥകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു നോവലാണ് ഞാൻ വായിച്ചാണ് വനം. കാസർഗോഡിൻ്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നോവൽ, ഇതെല്ലാം ഇപ്പോൾ അടുത്ത കാലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്, എല്ലാം എഴുതിയിട്ടുള്ളതാണ്. വളരെ ശ്രദ്ധേയമായിട്ട് മറ്റൊരു നോവലാണ് ബന്ദുൽക്ക ബേഡ. ഞാനവിടെ പണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാൻ പോയ അവിടെയുള്ള എനിക്കറിയുന്ന കഥാപാത്രങ്ങളാണ് ആ നോവൽ വായിച്ചപ്പോൾ ഞാൻ അനുഭവിച്ചത്. മരണവംശം എന്നാണ് അതിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. മരണവംശം. ഞാൻ ഇതെല്ലാം പറഞ്ഞെന്താ പറഞ്ഞാൽ, ഇതൊക്കെ ഇപ്പോഴും ആളുകൾ വായിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. 100 കണക്കിന് എഡിഷനിൽ ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകങ്ങൾ, ഏറ്റവും ഫലപ്രദമായിട്ട് കലാമൂല്യത്തോടു കൂടി അവതരിപ്പിക്കപ്പെട്ട നോവലുകൾ ഉൾപ്പെടെ വായിക്കുന്നുണ്ട്. ശാസ്ത്രമേഖലയിലും വായിക്കുന്നുണ്ട്. പലതരത്തിലും വായന നടക്കുന്നുണ്ട്. പക്ഷേ ആ വായന മുമ്പത്തെ പോലെ ഒരു ഗ്രന്ഥശാലയുടെ ഭാഗമായിട്ട് വരിക, ആളുകൾ അവിടെ നിന്ന് പുസ്തകം എടുക്കുക, എന്നിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ആ പുസ്തകം മടക്കുക, അതും രജിസ്റ്ററിൽ ചേർക്കുക. അമ്മാതിരി നമ്മളെ സ്ഥിരം ശൈലിയുണ്ടല്ലോ ഗ്രന്ഥശാലയുടെ. ഞാനൊരു ഗ്രന്ഥശാല പ്രവർത്തകനായിട്ടാണ് ആരംഭിക്കുന്നത്. ഒരു ഗ്രന്ഥശാലയിലെ മൊറാഴ ഗ്രാമീണ ഗ്രന്ഥാലയ, അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഗ്രന്ഥാലയമാണ്. അവിടെ യഥാർത്ഥത്തിൽ ആ പുസ്തകം ശരിക്ക് ലൈബ്രറി എന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഞാനാണ്. ചെറിയ പയ്യനായിരിക്കുമ്പോഴും, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും. അവിടെയാണ് ബാലസംഘം, അവിടെ തന്നെയാണ് ബാലസംഘം ഉണ്ടാക്കിയത്, മൊറാഴ ബാലസംഘം. രാജ്യത്ത് ബാലസംഘമൊന്നും ഇല്ലാത്ത ഘട്ടത്തിലാണ് ബാലസംഘം അവിടെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വായനശാലയും ഗ്രന്ഥാലയമാണ്. അവിടെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ അത് വായിക്കുക. ഇതൊരു സാമൂഹിക ജീവിതത്തിൽ ഒരു സാംസ്കാരിക അവബോധം രൂപപ്പെട്ട് വരുന്നുണ്ട്. ഞാനിതിനിടെ മദ്യത്തെപ്പറ്റി ഒരു കാര്യം പറഞ്ഞു. ജീവിതത്തിൽ ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്ന എത്രയാളുണ്ടാവും? ഞാൻ ധൈര്യത്തിൽ തന്നെ ചോദിക്കുന്നതാണ്. എത്രയാളുണ്ടാവും? കുറച്ചാളുണ്ടാവും അല്ലേ? കുറച്ചാളുണ്ടാവും. കുറച്ചാളുണ്ട് ഇല്ല. അങ്ങനെ പറയാൻ ഒരു ധൈര്യം നമുക്ക് കിട്ടണമല്ലോ. അത് അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നീ ഞാൻ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട്, നീ എങ്ങനെ വർത്താനം പറയണ്ട എന്ന് പറയുന്ന ആളുണ്ടാവുമല്ലോ. എങ്ങനെയാണ് അതൊക്കെ രൂപപ്പെടുന്നത്? എനിക്ക് ഉറപ്പായിട്ടറിയാൻ മൊറാഴ ഗ്രാമീണ ഗ്രന്ഥാലയത്തിൻ്റെ ഭാഗമായിട്ട് വന്ന സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ ബാലസംഘം ഉണ്ടാക്കി. ബാലസംഘത്തിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ആദ്യം അവിടെ സി.എച്ച്. നാരായണൻ നമ്പ്യാർ
ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര ഭടനാണ്. എം പത്മനാഭൻ നമ്പ്യാർ അന്നത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ്. ഇവരൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ പറയുന്നത് എന്താ, സിഗരറ്റ് വലിക്കാൻ പാടില്ല. അന്നും ഇപ്പോൾ സിഗരറ്റ് ഒന്നും തീരെ വലിക്കുന്നില്ല. അന്ന് ഏത് പാർട്ടി ഓഫീസിൽ പോയാലും അവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു അതിൻ്റെ കുറ്റിയാണ്, വിടിയും അതുപോലെ തന്നെ സിഗരറ്റുമാണ്. അപ്പോൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല, മോശമായ രീതിയിൽ പെരുമാറാൻ പാടില്ല. ഇതെല്ലാം ഒരു വായനശാലാ പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ ഒപ്പം പ്രവർത്തിച്ച മറ്റ് വിവിധ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഒരു ഉൽപ്പന്നമായിട്ട് എന്നിലും നിങ്ങളിലും ഒക്കെ സ്വാധീനിച്ചതാണ്. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേവലമായ പുസ്തകം വായന മാത്രമല്ല, വായിച്ചുകൊണ്ട് മാത്രമാവില്ല, അത് മനസ്സിരുത്തി കൃത്യമായിട്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള ശ്രമം നടക്കണം. അപ്പോഴാണ് ഒരു പുതിയ സാംസ്കാരിക അവബോധം രൂപപ്പെട്ടു വരിക, അല്ലെങ്കിൽ അതിന് തുടർച്ചയുണ്ടാകുക. ആ രീതിയിൽ സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ് ഗ്രന്ഥശാലാ പ്രസ്ഥാനം. മാത്രമല്ല ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ്. നമ്മളിപ്പോൾ കൃത്യമായിട്ട് വായിക്കുക. ഇപ്പോൾ അറിവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ 3-4 ഉറവിടങ്ങളുണ്ട് ഈ അറിവിന്. അറിവ് സാധാരണ നമ്മൾ അറിവ് എന്ന് പറയുന്നത്, നോളജ് എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ മാത്രമല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 1 പ്രായോഗികത തന്നെയാണ്, പ്രായോഗികത. 2 സാമൂഹ്യപരത. 3 അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളത് തന്നെയാണ് നമുക്കറിയുന്നത് പോലെ ചരിത്രപരത. മറ്റൊന്നാണ് വിനിമയത. ഇതെല്ലാം ചേരുമ്പോഴാണ് അറിവ്. ഈ അറിവ് വിവിധ രീതിയിലാണ് നമുക്ക് ആർജിക്കാനാവുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചാൽ, അക്കാദമിക് പാണ്ഡിത്യത്തിൻ്റെ ഭാഗം ഞാൻ അവഗണിക്കുന്നില്ല. ഒപ്പം ശ്രദ്ധേയമായ ഒന്ന് ഗ്രന്ഥശാല പ്രസ്ഥാനം തന്നെയാണ്, ഗ്രന്ഥശാലകളാണ്. അപ്പോൾ വായിക്കുക, എനിക്ക് ഉറപ്പായിട്ട് പറയാം, ഞാനായതിൻ്റെ പിന്നിൽ വായനശാലകളാണ്. വായിച്ച് തുടങ്ങുമ്പോൾ എന്തും വായിക്കും. അങ്ങനെയാണല്ലോ ചെറിയ കുട്ടികളിലായിരിക്കുമ്പോൾ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം വായിച്ച നോവൽ ഈ പറയുന്ന പോലെ പ്രമുഖ ആളുകളുടെ നോവലോ പുസ്തകങ്ങളൊന്നുമല്ല. ആദ്യം വായിച്ചത് മുട്ടത്ത് വർക്കിൻ്റെ പുസ്തകമാണ്. മുട്ടത്ത് വർക്ക് നോവലാണ് വായിച്ചത് ആദ്യം. അപ്പോൾ ഞാൻ ചെറിയ കുട്ടികളുടെ പുസ്തകമെല്ലാം വായിച്ച് കഴിഞ്ഞാൽ ഘട്ടം എത്തുമ്പോഴാണല്ലോ നോവലൊക്കെ വായിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴേക്ക് നോവലൊക്കെ കൊടുക്കാതെ പോകും വായനശാലയിൽ. ആദ്യത്തെ നോവൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മയിലാട് 3. ചിലപ്പോൾ ഇല്ലാത്ത ആരെങ്കിലും വായിക്കുവാൻ അറിയില്ല ആ പുസ്തകം. അതെല്ലാം ഉണ്ട്. അതൊക്കെ അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ഇതെല്ലാം ഏതാണ്ട് ഒരേ പുസ്തകം തന്നെയാണ്. മുട്ടത്ത് വർക്ക് ചെയ്യുക ഒരു നോവൽ വായിച്ചാൽ മതി. ബാക്കിയെല്ലാം അതിൻ്റെ അനുബന്ധമായിട്ട് കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, പ്രേമം, അതുപോലത്തെ വീട്ടിലെ കുഴപ്പം, കച്ചറ എല്ലാം ചേർന്നിട്ട് ഒരു നോവലായിട്ടാണ് അത് പിന്നീട് വരുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ചവറാണെന്ന് മനസ്സിലാകുന്നത്. എല്ലാം ഒരുപോലെയല്ല, വ്യത്യാസം ഉണ്ടാവുക. പിന്നെയാണ് പുതിയ ഗൗരവത്തിലുള്ള പഠനത്തിലേക്ക് വരുന്നത്. പുതിയ പഠനം എന്ന് പറയുമ്പോൾ എനിക്കെല്ലാം ഒരു മാനസികാവസ്ഥ, ഞാൻ ഇപ്പോൾ എഴുതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വലിയ നോവൽ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം മലയാളത്തിൽ. ഏതാ? അവകാശമാണ്. അവകാശം എത്ര ഇതായിട്ടാണ് ഉള്ളത്? 4 പുസ്തകമായിട്ടാണ് അല്ലേ? എനിക്കൊരു ധാരാളുണ്ട്. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു പുസ്തകം ഒരു ദിവസം കൊണ്ട് ഒരു പുസ്തകം വായിക്കാന്നുണ്ടായിരുന്നു എൻ്റെ രാജ്യത്തെ ഒരു ഐഡിയ. അത് 12 മണി, 1 മണി, 2 മണി, 3 മണി, 4 മണി, എത്ര മണിയായാലും ആ പുസ്തകം അന്നേരം വായിക്കുന്ന ചെറിയ പുസ്തകം ആയിരിക്കുമല്ലോ. ആ പുസ്തകം തീർക്കുക എന്നുള്ളതാണ്. തീർന്നില്ലെങ്കിൽ അത് 2ാമത്തെ ദിവസം അത് വിളിച്ച് പൂർത്തിയാക്കുക എന്നുള്ളത്. പക്ഷേ ഈ വാള്യമുള്ള പുസ്തകം വായിക്കാൻ പുറപ്പെടുമ്പോൾ എനിക്കൊരു പ്രശ്നമായി. ഈ 4 പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടാതെ വായിക്കാൻ പുറപ്പെട്ടാൽ ശരിയാവില്ല. നോക്കുമ്പോൾ ഇത് പല സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ ഒരു വാളിയാടി ഉണ്ടാവും. അത് ഞാൻ വായിക്കുന്ന വാളിയായിരിക്കും. മറ്റ് രണ്ടാമത്തെ പുസ്തകം പോലെ 3ാമത്തെ പുസ്തകം വാളി ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ 4 ഗ്രന്ഥാലയത്തിൽ നിന്ന് 4 പുസ്തകം വാങ്ങിയിട്ടാണ് യഥാർത്ഥത്തിൽ അവകാശി വായിച്ചു തീർത്തത്. എൻ്റെ നിർബന്ധം 4 എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ വായിക്കാൻ ആരംഭിക്കും. അപ്പോൾ 4 വായിച്ച് കൊണ്ടുവന്നിട്ട് വായിച്ചു. അങ്ങനെ ഒരു നിർബന്ധമാണ്. എന്ന് പറയാൻ ഇപ്പം ലഹരിക്കാണല്ലോ ഹരം. ആ ലഹരിയുടെ ഹരം എന്തിലേക്ക് മാറണം? ഒരു സംശയവും വേണ്ട, ലഹരിയായിട്ട് മാറും വായന. കേവലമായിട്ടുള്ളൊരു വായനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഗൗരവമുള്ള പഠനം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഈ പറയുന്ന പുസ്തകങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വായിക്കുക, പഠിക്കുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൻ്റെ തന്നെ വഴിത്തിരിവിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒന്നായി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്നെ ഞാനാക്കിയത് ഓരോന്നുമല്ല, ഒരു അക്കാദമിക പാണ്ഡിത്യം കൊണ്ടല്ല. ഞാൻ രൂപപ്പെട്ടത് ഈ വായനയാണ്. ഈ വായനയ്ക്ക് അടിസ്ഥാനമായിട്ട് ഉപയോഗിച്ചത് മൂറാട് ഗ്രാമീണ ഗ്രന്ഥാലയമാണ്. പിന്നീട് കണ്ണൻകുരുക്കൾ തറവൽ കണ്ണൻകുരുക്കൾ സ്മാരക വായനശാലയുണ്ട് കൊക്കടത്ത്, അതുപോലെ യുവജന വായനശാലയുണ്ട് ഉഴപ്പുറത്ത്. ഇതെല്ലാമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകത്തിൻ്റെ കലവറിയായിട്ട് ഉപയോഗിച്ചത്. 1000കണക്കിന് പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും അതുപോലെ മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ശാസ്ത്രീയമായ തലത്തിലേക്ക് വൈരുദ്ധ്യാത്മക ഭൂതി അവിടെ തന്നെയാണ് തുടങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലളിതമായ വായനയിൽ നിന്നാണ് സങ്കീർണമായ മൂലധനം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിലേക്ക് കടക്കുന്നത്. എനിക്ക് നല്ല അനുഭവമുണ്ട്. 156-ാമത്തെ പേജ് കടക്കാൻ ഞാൻ എത്രയോ മാസം എടുത്തിട്ടുണ്ട്. മൂലധനത്തിൻ്റെ 156-ാമത്തെ പേജ് കടക്കാൻ.
ഒന്നാമത്തെ പ്രാവശ്യം വായിച്ച് 156, 158, 2-3 പേര് അപ്പോഴേക്കാണ് നിർത്തും. അതാണ് അതിൻ്റെ രീതി. കാരണം മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്ന മൂലധനത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മുഴുവൻ ആദ്യ അധ്യായത്തിലെ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളാണ് മുഴുവൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് മാർക്സ്. പിന്നെ അതിൻ്റെ വിശദീകരണമാണ് പിന്നെ പൂർണ്ണമായിട്ടും 3 വാല്യത്തിലുള്ളത്. ഉദ്ദേശിക്കുന്നത് അതിന് സമൂഹത്തിൻ്റെ മാറ്റം അടിസ്ഥാനപ്പെടുത്തി ഗ്രന്ഥശാലകളുടെയും മാറ്റം രൂപപ്പെടും. ഡിജിറ്റലായിട്ട് ഉൾപ്പെടെ എല്ലാം കൈകാര്യം ചെയ്യേണ്ടി വരും. കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ. നമുക്കിതൊന്നും ബാധകമല്ല, പുരോഗതിയൊന്നും നമുക്ക് ഇപ്പോൾ AI സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കാലമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിർവഹിക്കാൻ നമ്മുടെ എല്ലാം കയ്യിലുള്ള ഫോൺ മതി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൈകാര്യം ചെയ്യുന്ന ഫോണുണ്ട് ഇപ്പോഴും. ഇതിനിടെ എനിക്ക് നല്ല അനുഭവം ഉണ്ടായി. എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലുണ്ട് ഒരു ഫോൺ. അപ്പോൾ അയാളും അയാളുടെ ഭാര്യയും 2 കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്. പയ്യാമ്പലത്ത് പോയിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ ആ ക്യാമറയിലാണ് ഫോട്ടോ എടുത്തത്. ഇത് ഈ AI ഉള്ള ക്യാമറയിൽ ഫോട്ടോ എടുത്തു പയ്യാമ്പലത്ത്. എന്നിട്ട് ആ ഫോട്ടോ എടുത്തതിന് ശേഷം ഈ ഫോണിൻ്റെ AI സംവിധാനം പ്രതിയുടെ കമൻറ്റ് ചെയ്തു, ഹിമാലയത്തിൽ ഇരിക്കുന്നത് പോലെ ഉള്ളതായി വരണം. ഹിമാലയത്തിൽ വരുന്ന ഫോട്ടോ എടുത്തത് ഇവിടെ നിന്നാണ്, വയ്യാമ്പലത്തിൽ. സെക്കൻഡ് കഴിയുമ്പോഴേക്ക് ഇതേ ആള്, പക്ഷേ പശ്ചാത്തലം കടലാണ് ഇവിടെ, ആ കടൽ മാറിയിട്ട് ഹിമാലയ സാനുക്കളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് 3-4 ആൾ. പുതിയ AI സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുകയാണ്. പിന്നീട് തിരുവനന്തപുരത്ത് ഒരു സഹോദരനോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതെല്ലാം വളരെ ലളിതമാണ്. പിന്നെന്ന് ചോദിച്ചു, കാണിച്ചു തരാം. കാണിച്ചു തന്നെ ആദ്യം എന്നോട് പറഞ്ഞു, അതിൽ കമൻറ്റ് ചെയ്തപ്പോൾ ഒരു യുവതിയെ വരച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒരു അതിസുന്ദരിയായ ഒരു യുവതി ഫോട്ടോ. അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല കേട്ടോ. ആ ഫോട്ടോ വരച്ചു തരിക. അതിനെ ഒന്നുകൂടി മാറ്റാൻ പറഞ്ഞു. അങ്ങനെ നല്ല തണുപ്പുള്ള ദിവസമാണെന്ന്. ഉടനെ ആ ഫോട്ടോ തണുപ്പ് അകറ്റുന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ. ആ സ്ത്രീ കഴിഞ്ഞിട്ട് എന്നോട് അയാൾ പറഞ്ഞു, ഇതല്ലേ ഈ അപ്പുറം കാണിച്ചു തരണം. എന്താ അദ്ദേഹം കാണിച്ചു തന്നത് ഒരു സിനിമയിലെ നടൻ, നടി, ഡയലോഗ്, പശ്ചാത്തല സംഗീതം ഉൾപ്പെടെ മുഴുവൻ ചേർത്തുകൊണ്ടുള്ള ഒരു സിനിമയുടെ ഭാഗം കാണിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ നടി ലോകത്തില്ല, ഈ നടനും ലോകത്തില്ല, ഈ ഡയലോഗും ആരും ഉണ്ടാക്കിയതല്ല, എല്ലാം AI-ൻ്റെ ഭാഗമായിട്ടാണ്. സിനിമ ഉണ്ടാക്കുകയാണ്. സിനിമക്ക് ഒരു മനുഷ്യനെ വേണ്ട. നമ്മളിപ്പോൾ മമ്മൂട്ടിൻ്റെയും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെയും പിന്നെ കൊണ്ട് ഒരു മോഹൻലാലിനേക്കാളും അതിസുന്ദരനായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരയ്ക്കുന്ന സിനിമ നടനുണ്ടാവും. ഏത് സംവിധായകനേക്കാളും പ്രധാനപ്പെട്ട സംവിധാനം നിർവഹിക്കാൻ സാധിക്കുന്ന AI സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് ഈ വേറെ ആരും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, നടിയെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, സ്ക്രിപ്റ്റ് എഴുതുന്ന ആളെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, ഫോട്ടോഗ്രാഫർമാരെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. എന്നോ ഇതെല്ലാം തൊഴിലില്ലാതാവുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി നല്ല ധാരണ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അനസ്യൂതമായി ഈ മാറ്റത്തിൻ്റെ പ്രതിഭാസപരമായ രൂപത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നതിന് നമ്മൾ പര്യാപ്തമാകുക, നമ്മളതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക എന്നുള്ളത് ആവശ്യമാകുമ്പോൾ ഗ്രന്ഥശാലകൾ, ഡിജിറ്റൽ സംവിധാനം, അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെയാണോ ലൈബ്രറിമാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ഏറ്റെടുത്ത് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നമ്മളും വായനശാലാ പ്രസ്ഥാനവും ഗ്രന്ഥശാലാ പ്രസ്ഥാനവും പുസ്തക വായനയും പഠനവും എല്ലാം മാറ്റത്തിന് വിധേയമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വായിക്കുകയും പഠിക്കുകയും ചെയ്യാതെ നമുക്ക് മുന്നേറാൻ സാധിക്കുന്നതല്ല. നമ്മൾ ഈ കേരളത്തിലായാലും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിലായാലും നല്ല ഐക്യമുള്ളവരാണ് കേരളത്തിലുള്ളത്. നല്ല ബുദ്ധി, ലോകോത്തര ബുദ്ധിയാണ് കേരളീയർക്കുള്ളതെന്ന് മലയാളികൾക്കുള്ളതെന്ന് ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായി. നമ്മുടെ ആളുകൾക്ക് ഈ ലോകത്തിൻ്റെ ഏത് പ്രൊജക്റ്റിൻ്റെയും ഭാഗമായിട്ട് ഒരു സ്ഥാനമുണ്ട് ഇപ്പോൾ. അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. ലോകത്തെവിടെയായാലും അത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്ന സ്കില്ലിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പഠനത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു പശ്ചാത്തലം തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ വായിക്കുകയും പഠിക്കുകയും പാസ്സാകുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരുള്ള, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള നാട് കേരളമാണ്. ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ളത് കേരളത്തിലാണ്. നമ്മുടെ ജനസംഖ്യ നമ്മുടെ 4 ഇരട്ടി 10 ഇരട്ടി എല്ലാം ഉള്ള സംസ്ഥാനത്തുള്ളതിനേക്കാളും ഇവിടെ ജനകീയ വിദ്യാഭ്യാസ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ഏത് പട്ടികജാതിക്കാരൻ്റെയും പട്ടികവർഗ്ഗക്കാരൻ്റെയും പിന്നോക്കക്കാരൻ്റെയും വീട്ടിൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ കേരളത്തിലുണ്ട്.
അത് കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും പറയില്ല. അവിടെയൊക്കെ അഭ്യസ്തവിദ്യരുണ്ട്, ഒക്കെ വലിയ പ്രമാണിൻ്റെയും അതുപോലെ തന്നെ ഭൂപ്രമാണിൻ്റെയും അതുപോലെ തന്നെ വലിയ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെയും മക്കളാണ്. ഇവിടെ ഈ ഏറ്റവും പിന്നിൽ കിടക്കുന്ന മനുഷ്യൻ്റെയും വീട്ടിൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുണ്ട്. അത് ഈ കേരളത്തിലേ ഉള്ളൂ. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഞാനിപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലായിട്ടുള്ളത് 57 മുതലുള്ള വമ്പിച്ച വളർച്ച തന്നെയാണ്. ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. നമുക്ക് എല്ലാ വാർഡിലും വായനശാല ഇവിടെ നമുക്ക് ഇവിടെ ഇല്ലാണ്ട് വേറെ പറയാൻ പറ്റുമോ? UP പോയിട്ട് എല്ലാ വാർഡിലും വായനശാല എന്ന് പറഞ്ഞാൽ അവിടെ പഞ്ചായത്തിൽ വായനശാലയുണ്ട്. എന്നിട്ട് വേണ്ടേ ഇവിടെ ഗ്രാമത്തിലും അതുപോലെ തന്നെ വാർഡിലും വായനശാല ഉണ്ടാവാൻ? ഒന്നും സ്കൂളില്ല അവിടെ ഒന്നും. എത്രയോ കിലോമീറ്റർ നടന്നിട്ടാണ് സ്കൂൾ. ഇതിനിടെ ഒരു വൈറലായില്ലേ ഒരു വാർത്ത, നല്ല ഒരു സുന്ദരിയായ ഒരു കുട്ടി അല്ലേ? അതെ, അല്ല എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി, അവൾ കണ്ട നല്ല കുട്ടി തന്നെയാണ്. അവിടെ സംസാരിച്ച് നോക്കിയപ്പോൾ നീ എവിടെയാ പഠിക്കുന്നത്, ഏത് സ്കൂളിലാണെന്ന് ചോദിച്ചു. സ്കൂൾ കുഞ്ഞിക്കറിയില്ല, സ്കൂളെ പറ്റി അറിയില്ല, സ്കൂളിൽ പോയിട്ടുമില്ല. അപ്പോൾ സൗന്ദര്യമുള്ളതുകൊണ്ട് മാത്രം കുട്ടി സ്കൂൾ പഠിച്ചതാണെന്ന് ധരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ചിത്രം. അതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം. കേരളത്തിൽ അങ്ങനെ വ്യത്യസ്തമാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, വായിക്കുക, പഠിക്കുക, അതിന് അടിസ്ഥാനപ്പെട്ടിട്ട് മനസ്സിലാക്കുക, തിരിച്ച് ശരിയായ ദിശാബോധത്തോടുകൂടെ പോകാനുള്ള കഴിവ് നമ്മൾ തന്നെ സ്വയം ആർജിക്കുക. അതിനെല്ലാം സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂതനെ പോലെയാണ്, ഗുരുദാസനെ പോലെയാണ് നമ്മൾ വായനശാല പ്രസ്ഥാനത്തെയും വായനശാലയെയും ഗ്രന്ഥശാലയെയും എല്ലാം കാണേണ്ടത്. നല്ല വിപുലമായ വായന പഠനം, അതിനെല്ലാം ഉതകുന്ന രീതിയിൽ വായനശാല പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണം. അതിന് ഇവിടെ ശിവദാസൻ എടുത്ത നിലപാട് വളരെ ശരിയാണ്. MP എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലും ആവശ്യമായ സഹായവും ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ പൊതുവേ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നല്ല പേരോട്ടുള്ളതാണ്. അതിൻ്റെ ഒപ്പം എല്ലാ വാർഡിലും ഒരു ഗ്രന്ഥശാലയും അല്ലെങ്കിൽ ഒരു വായനശാലയും ഉണ്ടാകുക എന്നുള്ള ധാരണയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചതിൻ്റെ ഒരു വളർച്ചയാണ് നമ്മൾ ഇപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രഖ്യാപനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഈ പരിപാടികളെല്ലാം നമുക്ക് ഇവിടെ മാത്രമല്ല കേരളത്തിലുടനീളം വ്യാപിപ്പിക്കാൻ തക്ക രീതിയിൽ സാധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പോലെ തന്നെ വളരെ അപകടകരമായ ഒരു പ്രവർത്തനം തന്നെയാണ് സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനം. വളരെ നിർദോഷമായ പ്രവർത്തനമാണെന്ന് ധരിക്കണ്ട. സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് രക്തസാക്ഷിയായ ആളെ എനിക്കറിയാം. എനിക്ക് പരിചയമുള്ള ഒരാൾ തന്നെയായിരുന്നു അബ്ദുൽ ഹാസ്മി. ഡൽഹി തിരുവോരങ്ങളിൽ നാടകം അവതരിപ്പിച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ അത് സഹിക്കാനാവാതിരുന്ന വർഗത്തിൻ്റെ പ്രതിനിധികളാണ് ഗുണ്ടാ സംഘത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ തെരുവ് നാടകം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അബ്ദുൽ ഹാസ്മിയെ മൃഗീയമായി വെട്ടിക്കൊന്നത്. അന്ന് നമ്മുടെ മുമ്പിൽ അനുഭവം ഉണ്ടായി. ആ അനുഭവം ഇതാണ്. രക്തസാക്ഷിത്വം എല്ലാ തരങ്ങളിലും ഉണ്ടാവും. അതിപ്പോൾ കുറേ കൊല്ലായി. ഇപ്പോഴും അതിനേക്കാളും ഒരു നിരവധിയായ എഴുത്തുകാരും അതുപോലെ ചിന്തകന്മാരും മൃഗീയമായ കടന്നാക്രമണങ്ങൾക്ക് വിധേയമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എമ്പുരാൻ സിനിമ വന്നപ്പോൾ ആ സിനിമയിൽ ചിലർക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾക്ക് അവരാഗ്രഹിച്ചതുപോലെ അല്ലാത്ത ആശയങ്ങൾ രൂപപ്പെടുത്തുന്നു എന്ന് വന്നപ്പോൾ ഒരു മികച്ച സിനിമയാണെന്ന് ഞാനിപ്പോൾ എമ്പുരാനെ പറ്റി പറയുന്നില്ല. പക്ഷേ അതിൽ വർഗീയതയെ ഒരു വംശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള വംശഹത്യയെ വളരെ കൃത്യതയോടുകൂടി കലാപരമായി അതിൻ്റെ മൂല്യങ്ങൾ ചേർത്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞപ്പോൾ അത് എൻ്റെയും എൻ്റെ വർഗത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്, ആശയങ്ങൾക്ക് വിരുദ്ധമാണ്. അന്ധവിശ്വാസ ജടിലമായ ഒരു ഇന്ത്യൻ സമൂഹത്തെ രൂപപ്പെടുത്താൻ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം എന്ന് പച്ചയായിട്ട് വാദിക്കുന്ന ശക്തികൾക്ക് യഥാർത്ഥത്തിൽ ഇതൊന്നും അത്ര അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല എന്ന ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിന് സെൻസർ ബോർഡിൻ്റെ അംഗീകാരം കിട്ടിയതിന് ശേഷം 24 വെട്ടി അതിനൊരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിച്ചത്. അതും കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ നിർമ്മാതാവിനെതിരായിട്ട്, അതിൽ അഭിനയിച്ചതിനെതിരായിട്ട്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനക്കെതിരായിട്ട് കത്ത് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലും അതുപോലെ തന്നെ ഓഫീസിലുമെല്ലാം. സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ പോലെ ഒരു നിർദോഷമായ ഒന്നല്ലെന്നും ഗൗരവമുള്ള ചിലപ്പോൾ രക്തസാക്ഷിത്വത്തിലേക്ക് വരെ നീങ്ങുന്ന അതിസങ്കീർണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒന്നാണെന്നും വർത്തമാനകാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ പഠനവും
നമ്മുടെ വായനയും നമ്മളെ രൂപപ്പെടുത്തുമ്പോൾ, നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തുമ്പോൾ, സമൂഹം പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രതികൂലാവസ്ഥ അതിൻ്റെ ദുന്മാത്മകമായ രീതിയിൽ നമുക്കെതിരായിട്ടും കടന്നു വരും എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷുക്കണി എന്ന നിങ്ങളുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ അഭിമാനകരമായ വിഷുക്കണി പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആദരണീയനായ സഖാവ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ, മറ്റ് വേദിയിലിരിക്കുന്ന ഡോക്ടർ ബി. ശിവദാസൻ എം.പി. ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, പുതിയൊരു ചുമതല ഏറ്റെടുത്ത് നിലവിലുള്ള ചുമതലയിൽ നിന്ന് വിടുതൽ ചെയ്തതിന് ശേഷം ഏറ്റവും ആദ്യം ഈ മുണ്ടേരി ഹൈസ്കൂളിലെ പരിപാടിയിൽ തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ഞാൻ പറയാം. ഗോവിന്ദൻ മാഷ് വളരെ വളരെ ലളിതമാണ് എന്ന് തോന്നുമെങ്കിലും അതീവ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ ലളിതമായി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രൗഢ ഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ശേഷം ഒരു പ്രസംഗം നടത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതാനും ചില ചെറിയ കാര്യങ്ങൾ മാത്രം ഓർമ്മിച്ചെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാഞ്ഞിരോട് ശങ്കരവിലാസം UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു ഒരു 4ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നത്, ക്ലാസ് കഴിഞ്ഞാൽ 4 മണിക്ക് ലോങ് ബെൽ ടൺ ടൺ എന്ന് പറഞ്ഞിട്ട് ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പുറത്തേക്ക് ഓടലാണ്. ഓടിയിട്ട് നേരെ നമ്മളെ രാഘവേട്ടൻ്റെ വായനശാലയിലാണ് ചാടി കയറുക. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. ആ സമയത്തുള്ള വായന എന്ന് പറയും ബാലരമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടല്ലോ, ഒരു പൂമ്പാറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ അത് കയ്യിലുണ്ടെങ്കിൽ അത് ഇയാൾ വായിച്ച് കഴിയുന്നവരെ ഇങ്ങനെ അവിടെ ഇരുന്ന് നോക്കും. വിശക്കുന്നുണ്ടാവും, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഓടി വായനശാലയിൽ എത്തിയിട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ വലിയ ക്യൂ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു വായനാശീലം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ ചെറിയ മാഷിവിടെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ ലളിതമായ വായനയിൽ നിന്ന് സങ്കീർണമായ വായനയിലേക്ക് വളരുന്ന വായനയുടെ ഒരു സുഖം എന്ന് പറയുന്നത് തുടങ്ങുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയായിരിക്കും. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ വായനക്ക് വളരെ വളരെ വലിയ പങ്ക് നിർവഹിച്ചിരുന്നു, ഇപ്പോഴും നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുഞ്ഞുണ്ണി മാഷ ഒരു കവിതയുണ്ട്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. അല്ലല്ല, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അതാണ് യാഥാർത്ഥ്യം. വായിച്ചാലും വായിച്ചില്ലെങ്കിൽ നമ്മളങ്ങ് വളർന്നു പോകും, പന പോലെ അങ്ങ് വളരും. പക്ഷെ വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായനക്ക് അത്രയും വലിയ പ്രാധാന്യമുണ്ട്. നമ്മളെല്ലാവരെയും രൂപപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് വായന തന്നെയാണ്. ഇപ്പോഴുള്ള വായന പലപ്പോഴും എങ്ങനെയാണ്? മാഷ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ നിലയിലുള്ള വായനയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യേണ്ട, കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ക്യാപ്സ്യൂൾ വായനയിലാണ് കൂടുതൽ ആളുകൾ അഭിരമിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ ശീലം, ആ വായന തന്നെ എങ്ങനെ, ഇപ്പോൾ മൊബൈൽ ഫോണിൽ നിങ്ങൾ തന്നെ നോക്കിയോ, നമ്മൾ കയ്യിലൊരു മെസ്സേജ് വാട്സപ്പിൽ ഒരു സന്ദേശം വരികയാണ്, ആ സന്ദേശം മുഴുവൻ വായിക്കില്ല, അത് വായിച്ച് തീരുന്നതിനടുത്ത് അടുത്ത വായിക്കാനുള്ള തൊടിയാണ്. ഇങ്ങനെ എന്തോ ഒന്ന് അന്വേഷിച്ച് നടക്കുന്ന പോലെ ഈ ചൂയിങ്ങൻ ചാവുക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ പശുവിനെ അയവർക്കുന്ന പോലെയാണ്. ഇങ്ങനെ ചൂയിങ്ങൻ ചാവുമ്പോൾ നമ്മൾ എന്തോ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടായി. യഥാർത്ഥത്തിൽ ചെയ്യുന്നില്ല, ചുമ്മാ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു സ്ഥിതി നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. എന്നാൽ ഗൗരവമുള്ള വായനയുണ്ട്. ഇപ്പോൾ വായന നഷ്ടപ്പെട്ടു പോയിട്ടില്ല, വായന വലിയ നിലയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിനൊരു അപഭ്രംശം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ആ യാഥാർത്ഥ്യത്തെ കൂടി അഡ്രസ് ചെയ്യണം. അതിന് പറ്റുന്ന ഒരു കേന്ദ്രമായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വാർഡിൽ ഒരു വായനശാല. നമ്മളെല്ലാവരും നിറഞ്ഞ കയ്യടി കൊടുക്കേണ്ടതാണ് സഖാവ് ഡോക്ടർ ശിവദാസൻ എം.പിക്ക്. അദ്ദേഹം മുൻകൈയെടുത്ത് ഈ കണ്ണൂർ ജില്ലയിൽ MP എന്നുള്ള നിലയിൽ ആരംഭിച്ച് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഇത്. തീർച്ചയായും അത് പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന സംവിധാനം ഉണ്ടാക്കി കണ്ണൂർ ജില്ലയിലെ മുഴുവൻ വാർഡുകളിലും എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്.
എല്ലാ വാർഡുകളിലും വായനശാല. പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ, അത് നിനക്ക് പുതിയൊരു ആയുധമാണ് എന്ന് നമ്മൾ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ സമയത്ത് പാടിയ പാട്ടാണ്. ആ പാട്ട് എഴുതിയാരെന്നറിയോ? ബെർത്തോൾഡ് ബ്രെറ്റാണ്. ബ്രെറ്റിന്റെ കവിതയാണ്. ബ്രെറ്റിന്റെ കവിത നമ്മൾ മലയാളത്തിലാക്കിയതാണ്. കവിതയുടെയും സാഹിത്യത്തിന്റെയും വിജ്ഞാന സാഹിത്യത്തിന്റെയും എല്ലാ ലോകത്തിലേക്ക് നമ്മുടെ കുട്ടികളെ, നമ്മുടെ തലമുറയെ പിടിച്ചിരുത്തുക, അതിനുള്ള എല്ലാ സങ്കേതങ്ങളും നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തോട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ കുട്ടികൾ വായിച്ച് വളരണം, അങ്ങനെ വളർന്ന് വിളയണം. അങ്ങനെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി, ജീവിച്ചിരിക്കുന്ന എല്ലാറ്റിലുമുള്ള കരുത്ത് മുഴുവൻ നീ എനിക്ക് തന്നു, എല്ലാവരുടെയുമായ വിജയത്തിൽ എൻ്റെ വൈയക്തിക ദുഃഖങ്ങൾക്ക് ചരമടയാൻ കഴിയുന്നത് എങ്ങനെയെന്ന് നീ എന്നെ പഠിപ്പിച്ചു. ഇന്ന് സമൂഹത്തെ പഠിപ്പിച്ച പാബ്ലോ നെരൂദയെ നമ്മൾ പരിചയപ്പെടുന്നത് കോളേജിൽ പഠിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്താണ്. അത് വായനശാലയിൽ കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പൊ നെരൂദ, അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി, എത്ര വലിയൊരു ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ മാനവികത, സാമൂഹ്യബോധം, മറ്റുള്ളവരോട് അവരൻ എന്ന് പറയുന്ന കാഴ്ചപ്പാടില്ലാതെ സഹോദരൻ എന്ന കാഴ്ചപ്പാടിലേക്ക് ഉള്ള ഒരു സാമൂഹ്യ ബോധത്തിലേക്ക് സ്വയം വളർന്നു വരുന്ന ഒരു മനുഷ്യൻ, പരിഷ്കൃതനായിട്ടുള്ള, അക്ഷരാർത്ഥത്തിൽ പരിഷ്കൃതനായിട്ടുള്ള ഒരു മനുഷ്യൻ, അപരിഷ്കൃതമായ അല്ലെങ്കിൽ മൃഗതുല്യമായ ഒരു അവസ്ഥയിൽ നിന്ന് പരിഷ്കൃതമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരുന്നത്, അവനെ യഥാർത്ഥ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് വായനയാണ്. അപ്പൊ ആ വായനയെ പുതിയ കാലത്തിനനുസരിച്ച്, അത് ഈ ബുക്കുകൾ ഉണ്ടാവാം, നമ്മുടെ വായനശാലകളിൽ ഈ ബുക്കുകൾ വായിക്കാൻ വേണ്ടി കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ കണ്ടന്റുകൾ ലഭ്യമാക്കാൻ വേണ്ടി കഴിയുന്ന വിവിധ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല വിജ്ഞാന സാഹിത്യമായാലും ശരി, എല്ലാ മണ്ഡലങ്ങളിലുമുള്ള ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ ലഭിക്കുന്ന വിധത്തിൽ ടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ വായനശാലകൾ, അതിനുള്ള ആധുനിക സങ്കേതത്തെ ഉപയോഗിച്ചുകൊണ്ട് വായനശാലകളെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റൽ ഉൾപ്പെടെയുള്ള ഒരു മഹായജ്ഞമാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. തീർച്ചയായും മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ നിലയിൽ കണ്ണൂർ ജില്ലയിൽ ഒരുപക്ഷെ കേരളത്തിന് മാതൃകയായി, നാടിന് മാതൃകയായി, കണ്ണൂർ ജില്ലയിലെ മുഴുവൻ വാർഡുകളിലും ഇങ്ങനെ ഒരു വായനശാല, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വാർഡുകളിലും വായനശാല സ്ഥാപിച്ചുകൊണ്ട് ആ വായനയിലേക്ക് നമ്മുടെ സമൂഹത്തെ ആകെ കൈപിടിച്ചു കൊണ്ടുവരുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലായി, ഒരു വലിയ സാമൂഹ്യമായ ഇടപെടലായി ഇതിനെ മാറ്റുന്നത് തീർച്ചയായും അങ്ങേയറ്റം മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി നമ്മുടെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിൽ ഇല്ലേ, അതിൽ 5 വാർഡുകളിൽ 2 വായനശാലകളുണ്ട്. അങ്ങനെ 25 വായനശാലകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണമായ വായനശാലയുള്ള പ്രദേശമായി പ്രഖ്യാപിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ ശിവദാസൻ പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിള് ആമുഖം വായിച്ചിട്ടാണ് ഇത് പ്രഖ്യാപിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനത് വായിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അത് ഏറ്റ് വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. നമ്മുടെ ആമുഖം ഞാൻ വായിക്കുകയാണ്. എല്ലാവരും ഏറ്റു ചൊല്ലണം. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure all its citizens justice, social, economic, and political, liberty of thought, expression, belief, faith, and worship, equality of status and of opportunity, and to promote among them all fraternity, ensuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do
hereby adopt, enact, and give to ourselves this constitution. Thank you. അടുത്തതായി ആശംസ, ഇനി സമയം വൈകിയതുകൊണ്ട് എല്ലാവരും ആശംസ പറഞ്ഞതായി അറിയിച്ചിട്ടുണ്ട്. അടുത്തതായി ഈ ചടങ്ങിന് നന്ദി പറഞ്ഞ് സംസാരിക്കലാണ്. നന്ദി പറഞ്ഞ് സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ ജയസ് ആയിട്ടുള്ള സാദിഖ് സാറിനെ ക്ഷണിക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ MV ഗോവിന്ദ മാസ്റ്റർ, അതുപോലെ ആമുഖ പ്രഭാഷണം നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട MP ഡോക്ടർ V ശിവദാസൻ, സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തിയ നമ്മുടെ മുൻ MP ആയ ശ്രീ KK രാജ് അവർകൾ, അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കാൻ എത്തിയ മറ്റ് വ്യക്തിത്വങ്ങളെ എന്നെ ഏൽപ്പിച്ച ചടങ്ങിലേക്ക് കടക്കട്ടെ. നമ്മുടെ MP ആയ ഡോക്ടർ V ശിവദാസൻ മുൻകൈയെടുത്ത് ഈ ജില്ലയിലുടനീളം സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി വിശുദ്ധനെ എന്ന പേരിൽ വഹിക്കുക ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ ഭയങ്കരനായ അപ്പോൾ വായനയുടെ ഗുണങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? വായിച്ചാൽ, വായന ഒരു ശീലമാക്കിയാൽ, വായന ഒരു ലഹരിയാക്കിയാൽ നമുക്കെല്ലാവർക്കും സന്തോഷകരമായ ജീവിതം ഈ വർണ്ണപ്രപഞ്ചത്തിൽ, ഈ നല്ലൊരു ഭൂമിയിൽ ജീവിക്കാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ആശംസ നേരുന്നു. എല്ലാവരും സന്തോഷമായി ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ശാന്തിയും സമാധാനവും സർവ്വ ഐശ്വര്യവും സർവ്വ സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.